ഈ അവസരത്തിൽ ഞങ്ങളെ ഭദ്രകാളിയാക്കാതെ ഇരിക്കവിടെ. എത്രങ്ങാനും ദിവസമായില്ലേ ഈ ആശാവർക്കർമാർ തലസ്ഥാന സമരം തുടങ്ങിയിട്ട്. പലരും പോയി ഡാൻസും പാട്ടും കളിക്കണമല്ലാതെ ഒരു തീരുമാനമാണല്ലോ. കേന്ദ്രമാണോ കേരളമാണോ ആരപ്പം ഇതിലൊക്കെ തീരുമാനം പറയണ്ടാവല്ലേ. വല്ലാതൊരു കഥ. സാധാരണക്കാരൻ്റെ തന്നെ ഗതി. അമ്മ എന്തായാലേ നല്ല കലിപ്പ് തന്നെയാണ്. ചിലവർക്കൊന്നും ആ ഭാഗത്തേക്ക് പോകാതിരിക്കും നല്ലത്. സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങളെ മണിമുറ്റത്ത് ആവണി പന്തൽ പാടി. ശരിയാ, മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു? മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ ഞങ്ങൾ കള്ളിപ്പെണ്ണെ പാടിക്കൊടുക്കുമായിരുന്നു. എന്തേ വിടാതിരുന്നേ? വിട്ടുകൂടായിരുന്നോ? ബിന്ദുമന്ത്രി വരുന്നില്ലായിരുന്നോ? ഞങ്ങൾ പറയുമായിരുന്നു തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണേന്ന് പാടുമായിരുന്നു. ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോൾ ഞങ്ങൾ അന്തസ്സോടു കൂടി പാടി. ഇനിയും പാടും. ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രിനോട് ഇങ്ങോട്ട് വരാൻ പറ, അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ. ഞങ്ങൾ പാടി കേൾപ്പിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് നട്ടലുണ്ട്. നട്ടലുള്ളതുകൊണ്ടാണ് ഈ 41 ദിവസം ഈ നിരാഹാരം കിടക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ കിടക്കോ? എന്തേ ഈ 41 ദിവസം ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ. എന്തേ ഇവിടെ ഈ കാലിന്റെ ചോട്ടിലൊന്നും വന്ന് നോക്കാതിരുന്നേ? അപഹസിച്ച് പറയാനേ ഈ മന്ത്രിക്ക് അറിയാവൂ. മന്ത്രിയെ പഠിപ്പിച്ച സാറല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ സംസ്കാരമല്ല ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി ഒന്നും പറയാനില്ല. ഞങ്ങൾ മറുപടി പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ അതിരുകടന്ന് പറയിക്കാൻ ഇടയാക്കാതിരിക്കാൻ പറ മന്ത്രിയോട്. ബഹുമാനപ്പെട്ട മന്ത്രി, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് സംഭവിക്കാനില്ല കേട്ടോ. ഞങ്ങളിവിടെ 3 ദിവസം ഞങ്ങളുടെ മക്കൾ ഇവിടെ നിരാഹാരം കിടക്കുക. ഈ അവസരത്തിൽ ഞങ്ങളെ ഭദ്രകാളിയാക്കാതെ ഇരിക്കവിടെ.